സോ വെൽക്കം ബാക്ക്. ഇത് ഡാലസ് വേൾഡ് അക്വേറിയം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഷോർട്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ആനിമലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് ശരിക്കും എനിക്ക് അപ്പം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജീവിനെ കാണുന്നത്. സോ ഞാൻ കുറേ നേരം നോക്കി നിന്നു, കാരണം എനിക്കിത് മുൻപരിചയമല്ല. ഈ കാണുന്ന മങ്കീസ് കണ്ടോ, അതിന് തന്നെ ഡിഫറൻസ് ആണ്. അതിൻ്റെ ടെയിലാണെങ്കിലും ഫേസ് ആണെങ്കിലും കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 3 മങ്കീസും കൂടെ ഇതിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് തന്നെ. ആൻഡ് ഇതാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൻ്റെ മേലോന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച. ഇത് ആക്ച്വലി ഒരു കാടൊന്നുമല്ല, ഒരു ബിൽഡിങ്ങിനകത്ത് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാട്ടിൽ ചെന്നൊരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കാടല്ല, ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ കാണുന്ന ഫോഗ് വരുന്ന സംഭവം ഉണ്ടല്ലോ, അവിടെ ഫുള്ള് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് പിക്ചേഴ്സൊക്കെ അവിടെ നിന്ന് എടുത്തു. ആൻഡ് ഇപ്പോൾ കാണുന്ന പോലെ നമ്മൾ ലൈവായിട്ട് ഇവിടെ ആനിമൽസിനെ ലൈവായിട്ട് ഫീഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതൊരു മങ്കിയാണ് കേട്ടോ. മങ്കി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മങ്കീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിംസും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ കഴിയാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല. ആൻഡ് ചിലതിൻ്റെയൊക്കെ പേര് ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മളിനി കാണാൻ പോകുന്നത് ഒരു ഗോൾഡൻ പോയിസൺ ഡാർട്ട് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ആൻഡ് ഇതിനെയൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ പറ്റുന്നൊരു കാര്യമാണ്. നമ്മളിങ്ങനെ തേടി കണ്ടുപിടിക്കണം. ഈ കാണുന്നതാണ് പോയിസണുള്ള തവള. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കാണുന്നതാണ് കോട്ടൺ ടോപ്പ് ടാമറിൻസ് എന്ന് പറയുന്നത്. ഇതും ഒരു മങ്കി വിഭാഗത്തിൽ പെടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതിനെ കാണാൻ എന്ത് ക്യൂട്ടാണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സ്പീഷ്യസാണ് ഇവിടുത്തെ ഈ അക്വേറിയം എന്ന് പേര് മാത്രമുള്ള ഒരുപാട് ജീവികളുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്ലേസിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ എല്ലായിടത്തും എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നമ്മൾ ഏതോ ഒരു പ്രത്യേക ഒരു കാട്ടിൽ ചെന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ആ ഒരു കൂൾനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ക്രൊക്കോഡൈലിനെയാണ്. അപ്പോൾ നമ്മൾ മേളിൽ നിന്നാണ് നോക്കുന്നത്. മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഓരോ സ്ഥലത്തു നിന്ന് നോക്കുമ്പോഴും ഡിഫറെൻറ്റ് പോർഷൻസാണ് കാണാൻ പറ്റുക. അപ്പം ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറിലുള്ളൊരു ഭംഗിയാണ് കേട്ടോ. ഓരോ സ്ഥലത്തു നിന്ന് കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വ്യൂ ഉണ്ടായിരിക്കും. ആൻഡ് ഫൈനലി നമ്മളിതേ ക്രൊക്കോഡൈലിനെ ഫുള്ളായിട്ട് കണ്ടു. ആൻഡ് ഈ കാണുന്ന ഒരു ഭംഗി നോക്കിയേ, ഇതൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത സംഭവമാണ്. അവിടെയുള്ള പാറയ്ക്ക് പോലും എന്തൊക്കെയോ ഒരു ഭംഗിയുണ്ട്. അതെല്ലാം